ഷവോമിയുടെ ബ്രാൻഡായ പോക്കോ ഇറക്കിയ ഏറ്റവും ലേറ്റസ്റ്റ് ഫോണാണ് പോക്കോ M4 Pro 5G എന്ന് പറയുന്നത്. അവരുടെ തന്നെ പോക്കോ M3 Pro 5Gക്ക് ശേഷം അവർ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള ഫോണാണ് പോക്കോ M4 Pro 5G എന്ന് പറയുന്നത്. നമ്മളിന്ന് അതിൻ്റെ അൺബോക്സ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. M3 Proയൊക്കെ വരുന്ന പോലെ തന്നെ ഒരു യെല്ലോ കവറിലാണ് M4 Proയുടെ കവറും വരുന്നത്. കവർ തുറന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് അതിലൊരു ചെറിയൊരു ബോക്സിൽ സിം ഇജക്ടർ പിന്നും അതിൻ്റെ കൂടെ അവർ യൂസേഴ്സ് മാനുവൽ വിത്ത് വാറൻറ്റിയും കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ അതിനകത്ത് ഒരു ക്ലിയർ കളറിലുള്ള ഒരു കേസിങ്ങും കൂടി, ഫോണിൻ്റെ ഒരു കേസിങ്ങും കൂടി അവർ കൊടുത്തിട്ടുണ്ട്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ലൊരു ബാക്ക് കേസിങ് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. എന്തായാലും ഫോണൊന്ന് നമുക്ക് എടുത്തു നോക്കാം. നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് ബ്ലൂ കളറാണ്. ഇവർക്ക് 3 കളേഴ്സ് വരുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് പോക്കോ യെല്ലോ, 2 പവർ ബ്ലാക്ക്, പിന്നെ കൂൾ ബ്ലൂ എന്ന് പറയുന്ന മോഡലാണ് നമ്മളിപ്പോൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. ബ്ലാക്ക് അവൈലബിൾ ആയിരുന്നില്ല. സോ പോക്കോയുടെ M3 Pro 5Gയിൽ വരുന്ന അതേ കളർ കോമ്പിനേഷൻസ് ഒക്കെ തന്നെയാണ് M4ലും വരുന്നത്. എൻ്റെ ബാക്ക് ഫോണിൻ്റെ കേസിംഗ് എന്ന് പറയുന്നത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കേസിംഗ് ആയിട്ടാണ് വരുന്നത്. അതിൽ 5G എന്ന് കൊടുത്തിട്ടുണ്ട്, പോക്കോ എന്നും പറഞ്ഞ് വേർട്ടിക്കലായിട്ടും കൊടുത്തിട്ടുണ്ട്. M3യിലെ ക്യാമറ മൊഡ്യൂൾസ് വരുന്നത് പോലെ അല്ല M4ൽ വരുന്നത്. M3യിൽ അത് വേർട്ടിക്കലാണെന്നുണ്ടെങ്കിൽ M4ൽ വരുന്നത് ഹൊറിസോണ്ടലായിട്ടാണ് വരുന്നത് ക്യാമറ മൊഡ്യൂൾ വരുന്നത്. റൈറ്റ് സൈഡിലായിട്ട് പവർ ബട്ടണും വോളിയം കൺട്രോളും ആണുള്ളത്. പവർ ബട്ടണിൽ തന്നെയാണ് ഫിംഗർ പ്രിൻ്റ് ഉള്ളത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ലെഫ്റ്റ് സൈഡിലാണ് സിമ്മിൻ്റെ പോർട്ടുള്ളത്. താഴെയായിട്ട് 3.5mm ജാക്കും ടൈപ്പ് C ചാർജിങ് പോർട്ടുമാണ് കൊടുത്തിട്ടുള്ളത്. മൊത്തത്തിൽ ഫോണിൻ്റെ ലുക്ക് എന്ന് പറയുന്നത് അടിപൊളിയാണ്. എന്തായാലും നമുക്കിനി കവറിൽ വേറെ എന്തൊക്കെയാണുള്ളതെന്ന് നോക്കാം. ചാർജിങ് അഡാപ്റ്ററും ടൈപ്പ് C കേബിളും തന്നെയാണ് കേസിൽ വരുന്നത്. 33 വാട്ട്സിൻ്റെ പവർ ചാർജറാണ് M4ൽ വരുന്നത്. M3യിൽ വരുമ്പോഴത്തേക്കും അത് 18 വാട്ട്സിൻ്റെ ആയിരുന്നു. എന്തായാലും നമുക്കൊന്ന് ഫോൺ ഓൺ ചെയ്ത് നോക്കാം. ഓൺ ആകുമ്പോൾ തന്നെ യെല്ലോ കളറിൽ പോക്കോയുടെ ലെറ്ററിംഗ് ആണ് കാണിക്കുന്നത്. ഫോണിൻ്റെ ഡിസ്പ്ലേ വരുന്നത് 6.6 ഇഞ്ച് ആണ് ഡിസ്പ്ലേ വരുന്നത്. M3യിൽ വരുമ്പോഴത്തേക്കും അത് 6.5 ഇഞ്ചാണ്. ഫ്രണ്ട് ഗോറില്ല ഗ്ലാസ് 3 ആണ്. ബാക്ക് വരുന്നത് പ്ലാസ്റ്റിക് ആണെന്ന് പറഞ്ഞിരുന്നു. സൈഡ് ഫ്രെയിംസും വരുന്നത് പ്ലാസ്റ്റിക്കിൽ തന്നെയാണ്. IPS LCD 90 Hz ഡിസ്പ്ലേ ആണ് വരുന്നത്. M3യിലും ഇതേ ഡിസ്പ്ലേ തന്നെയാണ് അവർ കൊടുത്തിട്ടുള്ളത്. നോർമലി ആൻഡ്രോയിഡ് 11 തന്നെയാണ്. MIUI എന്ന് പറയുന്നത് 12.5 ആണ്. M3യിൽ വരുമ്പോഴത്തേക്കും അത് 12 ആണ് വരുന്നത്. MIUI എന്ന് പറയുന്നത് ഇതിൽ 12.5. ഫോൺ ഓൺ ആയിട്ടുണ്ട്. നമ്മുടെ സെറ്റപ്പ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. IPS ഡിസ്പ്ലേ ആയതുകൊണ്ട് ആ അമോൾഡ് ഡിസ്പ്ലേയുടെ ക്വാളിറ്റി നമ്മൾ പ്രതീക്ഷിക്കേണ്ട. LCD ഡിസ്പ്ലേ തന്നെയാണ്. IPS LCD ആയതുകൊണ്ട് തന്നെ 90 Hz ഉണ്ടെങ്കിലും നമുക്ക് കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റി ഉണ്ട്. അമോൾഡ് ഡിസ്പ്ലേയുടെ ആ ഒരു ക്വാളിറ്റി നമ്മൾ IPS LCD ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നോക്കേണ്ട കാര്യമില്ല. എന്തായാലും ആ ടച്ചിൻ്റെ സെൻസിറ്റിവിറ്റി ഒക്കെ അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. കുഴപ്പമൊന്നുമില്ല ഫോണിൻ്റെ. നമ്മുടെ ഫോൺ എന്ന് പറയുന്നത് 4GB RAM 64GB ഇൻറ്റേർണലാണ്. 4GB 128, 6GB 128, 8GB 128 അങ്ങനെയുള്ള സെക്ഷൻസിലും ഫോൺ അവൈലബിൾ ആണ്. മെയിൻ ക്യാമറ എന്ന് പറയുന്നത് 2 ക്യാമറയാണ് വരുന്നത്. ഇതിൽ 50MP ഒരു വൈഡും 8MP ഒരു അൾട്രാ വൈഡും ആണ് കൊടുത്തിട്ടുള്ളത്. M3യിൽ വരുമ്പോഴത്തേക്കും അത് 48MP ഒരു വൈഡും പിന്നെ 2MP ഒരു മാക്രോയും 2MP ഒരു ഡെപ്തും ആയിരുന്നു കൊടുത്തിരുന്നത്. എന്നാലും അത്യാവശ്യം നല്ല ഡീറ്റെയിൽ ഉണ്ട്. 50MP എടുക്കുമ്പോഴത്തേക്കും നല്ല ഡീറ്റെയിൽ ഉണ്ട് ഫോട്ടോയ്ക്ക്. ഈ ഫോട്ടോയിൽ തന്നെ നമ്മൾ സൂം ചെയ്യുമ്പോൾ നല്ല ഡീറ്റെയിൽ ഉണ്ട്. പിന്നെ സെൽഫി ക്യാമറ എന്ന് പറയുന്നത് 16MP ആണ് സെൽഫി ക്യാമറ കൊടുത്തിട്ടുള്ളത്. 8MP ആണ് M3യിൽ ഉണ്ടായിരുന്നത്. വീഡിയോ എന്ന് പറയുന്നത് 1080 ആണ്. 30 അല്ലെങ്കിൽ 60 FPS ഉണ്ട്. M3യിൽ വന്നപ്പോഴത്തേക്കും അത് 30 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിൽ നമുക്ക് 4K വീഡിയോസ് അവൈലബിൾ അല്ല. സെൽഫിയിലും 1080 30 FPS ആണ് കൊടുത്തിരിക്കുന്നത്. മറ്റേ M3യിലും 30 FPS തന്നെയായിരുന്നു വീഡിയോയിൽ ഉണ്ടായിരുന്നത്. ഫിംഗർ പ്രിൻറ്റിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. സൈഡിൽ പവർ ബട്ടണിൽ തന്നെയാണ് ഫിംഗർ പ്രിൻറ്റ് കൊടുത്തിട്ടുള്ളത്. M3യിലൊക്കെ വരുന്ന പോലെ തന്നെ സൈഡിൽ തന്നെയാണ് അതിൻ്റെ പവർ ബട്ടണിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിലും M4ലും കാര്യം IPS LCD ഡിസ്പ്ലേ ആണെങ്കിലും നല്ല ക്വാളിറ്റി ഉണ്ട്. ഞാനിപ്പോൾ ഒരു 4K വീഡിയോ ആണ് പ്ലേ ചെയ്ത് നോക്കിയത്. പക്ഷേ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് IPS ഡിസ്പ്ലേ ആണെങ്കിലും കിട്ടുന്നത്. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു അമോൾഡ് ഡിസ്പ്ലേയുടെ ആ ഒരു ക്വാളിറ്റി നമുക്ക് കിട്ടത്തില്ല, എങ്കിലും നല്ലൊരു ക്വാളിറ്റി തന്നെ നമുക്ക് ഇതിനകത്തുണ്ട്. 5000 mAh ബാറ്ററി ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ചാർജിൻ്റെ കാര്യം കൊടുത്ത് വലിയ പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിൻ്റെ ചിപ്സെറ്റ് എന്ന് പറയുന്നത് MediaTek 8 and 5G ആണ്, സ്നാപ്ഡ്രാഗൺ അല്ല. CPU എന്ന് പറയുന്നത് ഒക്ടാ കോർ 2x2.4 GHz ആണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന അത്യാവശ്യം നല്ലൊരു ഫോണാണ് പോക്കോ M4 Pro 5G എന്ന് പറയുന്നത്. ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് 14,999 രൂപയാണ്. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. സ്റ്റേ ട്യൂൺഡ്.